ഹലോ ഗൈസ്, വിർച്വൽ മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ട്രാവൽ നമ്മൾ നേരെ പിടിച്ചേക്കുന്നത് തോട്ടപ്പള്ളിയാണ്. തോട്ടപ്പള്ളിയിൽ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്ക് തോട്ടപ്പള്ളി ബീച്ചുണ്ട്, അതുപോലെ നമുക്ക് ചൂണ്ടയിടാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഹാർബറും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്, അതുപോലെ സ്പിൽവേ ഉണ്ട്. അപ്പം നമ്മൾ നേരെ തോട്ടപ്പള്ളി പോയി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് വരാം. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മച്ചാൻ പറയാം, നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പോയി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് വന്നേക്കാം അല്ലേ. അപ്പം ഗൈസ്, നമ്മൾ ഈ എടത്തോൾ റൂട്ടിൽ നിന്ന് തോട്ടപ്പള്ളിക്ക് പോകാൻ വേണ്ടിയുള്ളൊരു എളുപ്പവഴിയുണ്ട്. നമ്മളതിപ്പോൾ കാണിച്ചു തരാം. അതായത് നേരെ നമ്മൾ ഹരിപ്പാടി എന്ന ഹൈവേ പിടിക്കുന്നതിന് പകരം ഈ ഒരു റൈറ്റ് പിടിച്ച് നേരെ പോയാൽ മതി. അതായത് പായിപ്പാട് പാലത്തിന് മുമ്പായിട്ടുള്ളൊരു റൈറ്റാണ്, ഈ ഒരു റൂട്ടാണ്. ഈ ഒരു റൂട്ട് സ്ട്രെയിറ്റ് വിട്ടാൽ മതി. കരുവാറ്റ ചെന്ന് ചാടുന്നതാണ്. നമ്മുടെ ഹൈവേയിലോട്ട് നേരെ ചെന്ന് ചാടും. ഓൾമോസ്റ്റ് ഒരു കുറച്ച് കിലോമീറ്റർ നമുക്ക് കുറഞ്ഞ് കിട്ടി ഈ റൂട്ട് പിടിച്ചാൽ. ഇതൊരു ഷോർട്ട് കട്ടാണ്. അപ്പം മാക്സിമം ഒരു പോകാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും ഉള്ള റൂട്ട് തന്നെയാണ് ഈ റൂട്ട്. അപ്പോൾ ഈ ആനാരി ആ ഒരു റേഞ്ചിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമുക്ക് കയറി പോകാം. ഇതായിരിക്കും എളുപ്പം. മറ്റേത് നമ്മൾ പിന്നെ ഹൈവേ കയറി അവിടുന്ന് പിന്നെയും ഉണ്ട് ഒരുപാട്. അപ്പം ഈ ഒരു റൂട്ട് പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് കരുവാറ്റിൽ ഇടയ്ക്കായിട്ട് നമ്മൾ ചെന്ന് ചാടുന്നതായിരിക്കും. അപ്പം ഇതാണ് നമുക്ക് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നുന്നത് തോട്ടപ്പള്ളിക്ക് പോകാനൊക്കെ. അതുപോലെ ആ തോട്ടപ്പള്ളി വഴി അമ്പലപ്പുഴ പോകാൻ ആ ഒരു റേഞ്ചിലൊക്കെ ഈ ഒരു റൂട്ട് പിടിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നേക്കാം അല്ലേ. നമ്മൾ ആ ഒരു റൂട്ട് കയറി നമ്മൾ നേരെ വരുന്നത് കരുവാറ്റ ആ ഒരു ഹൈവേയിലോട്ട് തന്നെയാണ് വന്ന് ചാടുന്നത്. വലിയ നമുക്ക് ഒരു കൺഫ്യൂഷൻ അടിക്കുന്ന വഴികളൊന്നും അല്ല, സ്ട്രെയിറ്റ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം സ്ട്രെയിറ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല. ആരോടും ചോദിക്കുകയൊന്നും വേണ്ട, നേരെ ഇങ്ങനെ പോരുന്നാൽ മതി. അപ്പോൾ നമ്മൾ നേരെ ഹൈവേയിലോട്ട് വന്ന് ചാടിയിരിക്കുകയാണ്. ഇനി നേരെ തോട്ടപ്പള്ളി ഇനിയും വലിയ ദൂരമൊന്നുമില്ല, അടുത്താണ്. നമുക്ക് നേരെ ഇനി തോട്ടപ്പള്ളി നേരെ ആ ഒരു പാലം കയറി പോകുന്നതിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് നൈസായിട്ട് അങ്ങ് പോയേക്കാം. അപ്പം ഗൈസ്, നമ്മളങ്ങനെ അവസാനം നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ അവിടെ നമ്മൾ അടുത്തിരിക്കുകയാണ്. ഇതിപ്പം നമ്മുടെ ആ ഒരു പാലമാണ്, കടലും കായലും ഒക്കെ നിൽക്കുന്ന ആ ഒരു ലെവലാണത്. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മൾ മെയിൻ എൻട്രൻസ് പിടിക്കുന്നില്ല, കാരണം ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ നമുക്കൊരു ചെറുതായിട്ട് പണി കിട്ടിയായിരുന്നു. അപ്പം കയറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും കയറ്റുമോ അതോ ഇപ്പം കയറാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഞങ്ങൾ പോകുന്നത് ആ ഒരു റൂട്ട്, വേറെ റൂട്ടിലാണ് നമ്മൾ കയറി പോകുന്നത്. ഈ ഒരു റൂട്ടിൽ പോയാൽ അത്യാവശ്യം കിഡിലം വ്യൂ ആണ്. ഫുൾ പൈൻ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം നല്ലൊരു വ്യൂവും കിട്ടും. അപ്പം നമ്മൾ ഈ റൂട്ടാണ് പിടിക്കുന്നത്. അതായത് ഇത് പാലം ഇറങ്ങി ഫസ്റ്റ് ലെഫ്റ്റ് എടുത്താണ് നമ്മൾ പോകുന്നത്. അതായിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം തോട്ടപ്പള്ളി ബീച്ചിലൂടെ ചെന്ന് കയറാൻ അല്ലെങ്കിൽ ഒരു വ്യൂത്തിനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. നമുക്കെന്തായാലും നേരെ അങ്ങ് പോയേക്കാം. അപ്പം നമ്മൾ ഈ ന്യൂസിനകത്തും പത്രത്തിലൊക്കെ വായിച്ച പോലൊക്കെ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം ഇപ്പം മണ്ണ് ഒരുപാട് ഓവറായിട്ട് ഈ കരിമണലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ലോറിയും കൊണ്ടൊക്കെ. അപ്പം അവിടുത്തെ വ്യൂ ഒക്കെ പോയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ്, നമ്മൾ അങ്ങനെ വന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്നും നമ്മൾ പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഇവരുടെ പണി ചെയ്യട്ടെ, നമുക്ക് നമ്മളെ പണി ചെയ്യാം.
അപ്പം ഗൈസ് നമ്മൾ വിചാരിച്ച പോലെ ഒരു പൈൻ മരത്തിൻ്റെ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ആയിരുന്നു എടുക്കേണ്ടത്. പക്ഷേ ഇപ്പം അതെല്ലാം വെട്ടി അവർ ഫുള്ള് വണ്ടി കയറാനുള്ള സെറ്റപ്പിൽ അവരെല്ലാം വെട്ടിക്കളഞ്ഞു. അപ്പം അവിടെ ശോകമാണ്. നമുക്കെന്തായാലും ഈ ഇവിടെ ഒരു കടയാണ്, നമ്മുടെ ഒരു ചേട്ടൻ നമ്മളിപ്പോൾ വന്നാലും കയറുന്നൊരു കടയാണ്. നമുക്ക് ഇനി ഇവിടെ നൈസായിട്ട് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് വയ്യേ ബാക്കിയുള്ള വ്യൂ കിട്ടുമോ എന്ന് നോക്കാം. അപ്പം ഫസ്റ്റിൽ തന്നെ അത് കണ്ടപ്പോൾ ഒരു ശോകം തോന്നി. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ലല്ലോ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ തോട്ടപ്പള്ളി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഈ തോട്ടപ്പള്ളി ഇപ്പോൾ ഇച്ചിരി ശോകമൊക്കെയാണ്, കാരണം മണലും കാര്യങ്ങളും എല്ലാം കൂട്ടിയൊക്കെ ഇട്ടിട്ട് പഴയൊരു വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു തോട്ടപ്പള്ളി ബീച്ച് എങ്ങനെ ഉണ്ടോ നോക്കി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാം. അപ്പം മച്ചന്മാരെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, സ്കിപ്പ് ചെയ്ത്. അപ്പം ഗൈസ് അങ്ങേറ്റത് 3-4 ചേട്ടന്മാർ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ അടുത്തോട്ട് പോയി അവരോ ചൂണ്ടയിടിച്ചിൽ വില കിട്ടിയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് എന്തായാലും ആ ചൂണ്ടയിടുന്ന സീനും കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം ഗൈസ് നമുക്കൊരു ജസ്റ്റ് മിസ്സായിരുന്നു. കാരണം ഇവർക്കിപ്പോൾ ഒരു കിട്ടിയില്ലാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കാളാഞ്ചിയെ കിട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തി, നമ്മൾ വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നു. നമ്മളിവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് അവർ കരക്കിട്ടത്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇനി അവർക്ക് കിട്ടുമെന്ന് നമുക്ക് കുറച്ച് നേരം കണ്ടിട്ടൊക്കെ പോവാം. അടിപൊളി അത്യാവശ്യം വലിപ്പമുള്ളൊരു മീനൊക്കെ തന്നെയാണ്. നമുക്കെന്തായാലും ആ ഒരു ചൂണ്ടയിടിച്ചിലും കൂടി കുറച്ച് നേരം ഒന്ന് കണ്ടേക്കാം. അപ്പം ഗൈസ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ജസ്റ്റ് മിസ് നമ്മുടെ കാളാഞ്ചിയാണ് ഈ കൊണ്ടുവന്നത്. അത്യാവശ്യം ഇവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവർ കുറച്ച് നേരം ആയുള്ളൂ വന്നിട്ട്. അപ്പം നമ്മുടെ കുറേ കൂട്ടുകാർ സെറ്റ് എല്ലാം കൂടി ഇവിടെ വന്ന് ചൂണ്ടയിടണം എന്നുള്ളൊരു സെറ്റപ്പിൽ ഹാർബറിലൊക്കെ എപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ അവർ ഓപ്പൺ ആക്കിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നൈസായിട്ട് വന്ന് ചൂണ്ടയിടാൻ ഒരാഗ്രഹം, അതുപോലെ ഒരു ഹോബിയായിട്ടുള്ളവർക്ക് വേണ്ടി നമുക്ക് ഈ ഒരു റൂട്ട്, ഞങ്ങൾ വന്ന റൂട്ട് നേരെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ചൂണ്ടയിടുന്നതിൽ യാതൊരു സീനുമില്ല. നമ്മൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ടും ഒരു സീനും നമ്മൾക്ക് തോന്നിയില്ല. അപ്പം ഒരുപാട് ഓവറായിട്ട് ആളുകൾ വന്ന് വരുന്നതിൽ നല്ലത് നമ്മുടെ ഒരു ഇതിൽ 1-2 പേരൊക്കെ വന്ന് നിന്ന് ചൂണ്ടിയിട്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവിടെ വന്ന് ചൂണ്ടിയിടുന്നതിൽ വലിയ സീനൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളൊരു ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മളിവിടെ ഉണ്ടായിരുന്നു. അവിടെ യാതൊരു സീനുമില്ല. അപ്പം ചൂണ്ടയിടാൻ അത്രയ്ക്ക് ആഗ്രഹമുള്ളൊരു ഹോബിയായിട്ടുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ വന്നിടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ തോട്ടപ്പള്ളിയിലാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിനി നൈസായിട്ട് സ്പിൽവേ ഒക്കെ കണ്ട് അടിച്ചു പൊളിച്ച് നമുക്ക് തിരിച്ചങ്ങ് പോയേക്കല്ലേ.
തോട്ടപ്പള്ളി വരെ വന്നിട്ട് നമ്മുടെ കുട്ടനാട്ടുകാരുടെ കൃഷിയിടങ്ങളിലെ രക്ഷിക്കാനായിട്ട് നിൽക്കുന്ന സംഭവമാണ് സ്പിൽവേ. അത് കാണാതെ പോയാൽ വളരെ മോശമാണ്. നമുക്ക് എന്തായാലും ആ സ്പിൽവേയും കൂടി ഒന്ന് കണ്ട് നമുക്ക് എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യൂവും കൂടി കണ്ടിട്ട് നമുക്ക് നൈസായിട്ട് വരാം. അപ്പം നമുക്ക് നേരെ പോയി ആ സ്പിൽവേക്ക് ഒന്ന് കാണാം. അപ്പോൾ ഹലോ ഗൈസ്, ബ്രിസൽ മല്ലുവിൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മച്ചന്മാരെ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളിനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.